അപ്പൊ ഇതാ KL41T0647 ഒരു ബൈക്ക് മെക്കാനിക്കിന്റെ ആണ് ഈ ബൈക്ക്. നമ്മുടെ നേപ്പാളിലെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയാണ് യാത്ര തുടർന്നത്. ഇവിടെ എത്തി. മാർച്ച് മാസം തുടങ്ങിയ യാത്ര അവസാനം നേപ്പാളിലെത്തി. ഇതൊന്ന് കാണിച്ചേ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ സാധനം കിട്ടുമെന്ന്. അപ്പൊ ഇവരിന്ന് മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ നമുക്കൊരു റെയിൻ കോട്ട് ഉണ്ട് നേപ്പാളിന്റെ. അപ്പൊ ഞാനിത് അവർക്ക് കൊടുത്തു. അപ്പൊ 2 പേർക്ക് യൂസ് ചെയ്യാൻ. അതൊന്ന് ഇട്ട് കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ, ഇത് ഒരാൾക്ക് ഇടാവേ. ഈ ചേട്ടൻ ബൈക്ക് മെക്കാനിക് കേട്ടോ, നെടുമ്പാശ്ശേരിയുടെ വീട്. അപ്പൊ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകിൽ വേറെ ആൾക്കറിയാം. ആ ചേച്ചിനെ വിളിച്ചേ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഇത് നാട്ടിൽ കിട്ടുമെന്നല്ല. അപ്പൊ ഈ ബൈക്ക് മെക്കാനിക്കായിട്ടും പറഞ്ഞു ഈ സാധനം ഇവിടെ കിട്ടും. അതൊന്ന് കാണിച്ചേ. ഇതുണ്ടോ, അപ്പൊ 2 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാവുന്ന ഒരു സാധനം കേട്ടോ. ഇതുണ്ടോ, അപ്പൊ അതെ കറക്റ്റ് 2 പേർക്കും ഈ സാധനം ബൈക്ക് പറയാം. അത് ബൈക്കിലൊന്നും ഇട്ട് നോക്കണേ. അപ്പൊ ഇത് നാട്ടിൽ കിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാം, നാട്ടിൽ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് കൊണ്ടുവരാലോ എന്ന് പറയുന്നത്. ബിസിനസ് ഒന്നും അല്ല കേട്ടോ. ഇതുണ്ട്. അപ്പൊ 2 പേരും കൂടി ഇതാ 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സാധനം. ഓക്കെ അല്ലേ? നാട്ടിൽ കിട്ടില്ല എന്നുള്ള ഉറപ്പാണോ? നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല സാധനം. അല്ല ആ ചേച്ചി കയറുന്നേ. ഈ 2 പേരും നെടുമ്പാശ്ശേരിയിലാട്ടോ വീട്. അട്ടപ്പാടിലെ ഓരോ സ്വന്തക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്വന്തക്കാരൊക്കെ പറഞ്ഞാണ് അട്ടപ്പാടിലെ എനിക്ക് പരിചയം. സംഭവം ഓക്കെ ആട്ടോ അല്ലേ? അത് കൊണ്ടുപോക്കാൻ എന്നിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. അപ്പൊ നമ്മുടെ നേപ്പാളിലുള്ള ഒരു സാധനമാണ്. ചൈന സാധനമായിരിക്കും ഇത്. നേപ്പാളിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കില്ല. അപ്പൊ അവര് കാഠ്മണ്ഡുവിൽ നിന്ന് പോവാണ്. പോയിട്ട് അവരുടെ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഓക്കെ അല്ലേ പഠിക്കാൻ? അപ്പൊ നമ്മുടെ നേപ്പാളിൽ ഇങ്ങനെ ഒരു റെയിൻ കോട്ട് ഉണ്ട് കേട്ടോ. അതെ, വേണ്ടവര് കമന്റ് ചെയ്യാം. ചേച്ചിയുടെ പേരെങ്ങനെയാ? അശ്വതി ചേച്ചിയും പിന്നെ അക്ഷയ് ചേട്ടനും. അപ്പൊ ഇവർ 2 പേരും നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്ന് നമ്മുടെ വീട്ടിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് നല്ല കാലാവസ്ഥയാ. നേപ്പാളിൽ നിന്ന് ചിത്വാനിൽ മഴയായിരുന്നേ. അപ്പൊ ആ റെയിൻകോട്ട് ഞാൻ നാട്ടിൽ ചോദിച്ചോട്ടെ കേട്ടോ. ഇനിയിപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഓർഡർ ചിലപ്പോ പറയും. കൊണ്ടുവരാൻ പറ്റുന്നില്ല. 1-2 കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ ആ വണ്ടി ഒന്ന് ഓടിച്ചോട്ടെ കേട്ടോ. അതിന്റെ താക്കോല ഞാൻ ഓടിച്ചോട്ടെ.